തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. പാർക്കിംഗ് ഷെഡിലെ 500-ലധികം ബൈക്കുകളാണ് കത്തിനശിച്ചത്. വൈദ്യുത കമ്പിയിലെ സ്പാർക്കിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് റെയിൽവേയുടെ റിപ്പോർട്ട്. അനുമതിയില്ലാതെയാണ് പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിച്ചത്. കോർപ്പറേഷന് റെയിൽവേ നോട്ടീസ് നൽകും. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് DGP റവാര ചന്ദ്രശേഖരൻ പറഞ്ഞു. നമ്മൾ ജസ്റ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദൃക്സാക്ഷിയും പിന്നെ ബാക്കിയുള്ള സാക്ഷികളുടെ മുറിയിലേക്ക് എടുത്തു. നമ്മൾ ഫോറൻസിക്കിൻ്റെ ടീമിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി തീർച്ചയായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലാ ഈ പേ പാർക്കിംഗ് കേന്ദ്രത്തിൽ ഒരു സെക്യൂരിറ്റി ആഡിറ്റ് നടത്താൻ വേണ്ടി അതിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡിലെ നമ്മുടെ ഈ റെയിൽവേ ലൈനിൻ്റെ വീണ് സ്പാർക്ക് പറഞ്ഞതാണ്. അതിൻ്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെളിവെടുപ്പെടുത്തിയേക്കും. ജേസൺ ചാമോളപ്പൽ വിവരങ്ങളുമായി. ജേസൺ, വലിയ തീപിടുത്തമാണ്. എത്ര ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് എത്ര ലക്ഷത്തിന്റെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്? അതോടൊപ്പം തന്നെ ലൈസൻസ് ഇല്ലാതെയാണ് ഇവിടെ ഈ കരാർ കമ്പനി ഈ ഷെഡ് നടത്തിയിരുന്നതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. സ്മൃതി, രാവിലെ 6:00 തീപിടുത്തമുണ്ടാകുന്നത്. സിഗ്നലിൽ നിന്നും വീണ തീപ്പൊരി താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കിന് മുകളിലുള്ള റെക്സിന് മുകളിൽ വീഴുകയായിരുന്നു. പിന്നീട് അത് സമീപത്തുണ്ടായിരുന്ന കെയർ ടേക്കറായ സ്ത്രീയും മറ്റൊരു വാഹനം കൊണ്ടുവച്ച ഒരാളും ചേർന്ന് കെടുത്താൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് കെടുത്താനായില്ല. പിന്നീട് ആ തീ പടരുകയായിരുന്നു. ഏകദേശം 600ഓളം ബൈക്കുകൾ ഒറ്റയടിക്ക് 5 മിനിറ്റിനുള്ളിൽ തന്നെ 600ഓളം ബൈക്കുകൾക്ക് തീ പടർന്നു. വലിയ തീഗോളമായി മാറുകയായിരുന്നു. ഒന്നിച്ച് പൊട്ടിത്തെറിയിൽ റെയിൽവേ സ്റ്റേഷന് പ്ലാറ്റ്ഫോമിന് സമീപത്തേക്കും തീ പടരുന്ന സ്ഥിതിയുണ്ടായി. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന എഞ്ചിൻ്റെ ഒരു ഭാഗത്തും തീ പിടിച്ചു. പിന്നീട് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. പക്ഷേ അപ്പോഴേക്കും 500ഓളം ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. സമീപത്തേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി. എന്നാൽ നിരവധി വീഴ്ചകൾ, സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നതെന്നാണ് പ്രാഥമികമായി കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ റെയിൽവേയിൽ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ തീയുണ്ടായാൽ അത് അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിച്ചിരുന്ന കോർപ്പറേഷന് അനുമതി നൽകിയിരുന്നില്ല എന്നടക്കമുള്ള നിരവധി പരാതികളും ആരോപണങ്ങളും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേയും അതുപോലെ തന്നെ പോലീസും സമാന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.